പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെ പോലെന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനെ കുറിച്ച് പ്രതിപാദിക്കും. ഭൂമിയിൽ നമ്മൾ ഒരുപാട് ഇടയന്മാരെ കാണും. നമ്മളെ വഴി നടത്തുന്ന ആളുകളെ കാണും, വഴികാട്ടികളെ കാണും. പക്ഷെ അവർക്ക് നമുക്കൊരിക്കലും ഭൂമി കാണുന്ന ഒരാൾക്കും നല്ല ഇടയൻ എന്ന് പറയാൻ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയത്തില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും നീതിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഇടയന്മാരെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടാൽ, അതായത് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ട്, ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി സഞ്ചരിച്ചമായ വിവരം നാം അറിയുന്നല്ലോ. അപ്പം ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തി ശക്തീകരിച്ച് നടത്തിയതുകൊണ്ട് യേശു നല്ലത് ചെയ്യാൻ കഴിഞ്ഞു, നല്ല ഇടയനായി മാറി. ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണ്? സാധാരണ ഇടയന്മാർ ആരാണ്? തുടർന്ന് പറയാണ്, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. എന്നാൽ യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. യേശു എങ്ങനെയാണ് നല്ല ഇടയനായി മാറിയത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ ഈ അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിശാച് വരുന്നില്ല, എന്നാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുകയും അവരെ ജീവനിലേക്ക് നയിക്കുകയും നിത്യജീവൻ അവകാശിയായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന മാനവരാശിയെ വിടുവിക്കത്തക്കവണ്ണം ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശു ക്രിസ്തു. പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രനാണ്, വചനമായി തീർന്ന യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിനെ കുറിച്ച് പറയാൻ, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നു, പാപത്തിൽ നിന്ന് വേറിട്ട് നിന്നവനായിരുന്നു, പാപികളെ സ്നേഹിച്ചവൻ. ആ കർത്താവ്, ഇത്ര ഉന്നതനായ കർത്താവ്, തൻ്റെ അവസാന തുള്ളി രക്തം വരെയും പാപികളായ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതുകൊണ്ട് അതിലൂടെ നമുക്ക് ജീവൻ തന്നു.
യേശു തൻ്റെ ജീവൻ വെടിഞ്ഞ് നമുക്കായി ജീവൻ തന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ആളാണെന്ന് പറയും. മറ്റാരെയും നമുക്ക് നല്ല ഇടയൻ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. നിങ്ങളെ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട ആളാണെന്നും നിങ്ങൾ നല്ല ആളാണെന്നും വിചാരിക്കുന്ന ആൾ തന്നെ ചിലപ്പോൾ അവർ നിങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുണ്ട്, മനുഷ്യർ. പക്ഷേ കർത്താവ് ഒരിക്കലും നമ്മളെ മാറുന്നില്ല. കാര്യം ദൈവമാണ് സ്നേഹം. ഇവിടെ 10-ാം അധ്യായത്തിൽ പറയണം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമാകും. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകും. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. നാം യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. യേശു നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന നല്ല സ്നേഹിതനാണ്. പുറത്തു കൊണ്ടുപോകുന്നു. എന്നിട്ട് തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കും. ഈ ആടുകൾ യേശുവിൻ്റെ ശബ്ദം, അതാണ് ദൈവവചനം, അതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ശബ്ദം. പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത് കൂടുതൽ ദൈവവചനത്തിലൂടെയാണ്. വ്യക്തികളിലൂടെ സംസാരിക്കാം, ദൈവവചന ഘോഷത്തിൽ സംസാരിക്കാം, പക്ഷേ വചനത്തിലൂടെയാണ്, ദൈവിക വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് കൂടുതലായി നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ശബ്ദം, ആ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഇത് എൻ്റെ ശബ്ദമായി നിങ്ങൾ പരിണമിക്കരുത്, സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായി, ആ ശബ്ദമായി വചനത്തെ ഏറ്റെടുക്കണം. അവിടെ പറയാണ്, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നിട്ട് ആ ശബ്ദം കേട്ട് ആ ദൈവത്തെ, യേശുവിനെ അനുഗമിക്കുകയാണ്. എന്നിട്ട് പറയണം, അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. യേശു പിന്നെയും പറയാണ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. എന്നിട്ട് യേശു പറയാം, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും. അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുക്കാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും യേശു വന്നു. യേശു പറഞ്ഞു, ഞാനാണ് നല്ല ഇടയൻ. അതെൻ്റെ പ്രത്യേകത എന്താ? ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു ആടുകൾക്കായി, മാനവരാശിക്കായി തൻ്റെ ജീവനെ നൽകിയ അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ കൃപാസനം മുൻപാകെ വരുന്നു. ആ പുത്രൻ്റെ രക്തത്തിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ അവകാശിയാക്കി തീർത്തതിനായി സ്തോത്രം. ജീവങ്കിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. നിന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്നാരെങ്കിലും ജീവനിലേക്ക് പ്രവേശിക്കാതെ, യേശുവിനെ സ്വീകരിക്കാതെ, ഈ നല്ല ഇടയനെ തിരിച്ചറിയാതെ ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം അവരോടുള്ള ദൈവശബ്ദമായി മാറട്ടെ. ദൈവിക ശബ്ദത്തിനു മുമ്പിൽ തന്നെ ഏൽപ്പിച്ച് മാനസാന്തരപ്പെട്ട പുതിയ സൃഷ്ടിയായി, ഇടയനെ പിന്നാലെ യാത്ര ചെയ്യുന്ന ആളായി, നിത്യജീവനിലേക്ക് വഴി നടത്തുന്ന വ്യക്തിയായി മാറട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ.